സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. കക്കട്ടിൽ അമ്പലക്കുളങ്ങര പാർവതി പരമേശ്വര ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഭഗവതിക്ക് പൊങ്കാല സമർപ്പിച്ചു. പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ക്ഷേത്രമേൽശാന്തി ദിലീപ് നമ്പൂതിരി അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് സമർപ്പണം ആരംഭിച്ചത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ മധുസൂദനൻ വളയം, കുനിയിൽ അനന്തൻ, ഇടത്തിൽ ദാമോദരൻ, MT രവീന്ദ്രൻ, ശ്രീജിത്ത് ഏലിയാറ, TM കുമാരൻ, വാസു കരിപ്പാച്ചേരി എന്നിവരും മാതൃസമിതി അംഗങ്ങളായ VM അജിത, പ്രഭ, കമല, സത്യഭാമ, ജയലക്ഷ്മി, ശശികല, ശ്രീജ, ഷൈനി, ദേവി, ഇന്ദിര, പുഷ്പലത എന്നിവരും പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി. മനസ്സറിഞ്ഞ് ഭഗവതിയോട് പ്രാർത്ഥിച്ച് പുണ്യം നേടുകയാണ് പൊങ്കാലയിലൂടെ ഭക്തർ ചെയ്യുന്നതെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹി കുനിയിൽ അനന്തൻ പറഞ്ഞു. നമ്മുടെ അമ്പലക്കുള ശ്രീ പാർവതി പരമേശ്വര ക്ഷേത്രത്തിൽ 4ാമത്തെ വർഷമാണ് ഇപ്പോൾ പൊങ്കാല നടക്കുന്നത്. എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വളരെ ഭക്തി പുരസരം വളരെ ആഘോഷപൂർവ്വമാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ പൊങ്കാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ദേവിക്ക് നേരിട്ട് തന്നെ നിവേദ്യം നൽകി പ്രസാദിപ്പിക്കാനുള്ള അതിമഹത്തായ ഒരു ചടങ്ങാണ് നമ്മുടെ പൊങ്കാല സമർപ്പണത്തിലൂടെ നടക്കുന്നത്. ഈ ക്ഷേത്രസന്നിധിയിൽ ഇന്ന് ധാരാളം ഭക്തജനങ്ങൾ, ഈ പ്രദേശത്തല്ലാത്തവർ പോലും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ക്ഷേത്രസന്നിധിയിലെത്തി പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം തന്നെ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് ഒരു വർഷത്തെ എല്ലാ പുണ്യവും നുകരാൻ വേണ്ടിയാണ് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ക്ഷേത്ര സന്നിധിയിലെത്തിയിരിക്കുന്ന മുഴുവൻ അമ്മമാരെയും സഹോദരിമാരെയും ഈ പൊങ്കാലയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കാൻ തന്നെ ഈ ക്ഷേത്ര സന്നിധിയുടെ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്ര സന്നിധിയിൽ 3-ാം തീയതിയാണ് നമ്മുടെ ക്ഷേത്ര പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ കൊടിമര പ്രതിഷ്ഠയും അതുപോലെ തന്നെ പൊങ്കാല സമർപ്പണം ഒക്കെ നടക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3-ാം തീയതി തുടങ്ങിയ ചടങ്ങുകൾ ഇന്ന് 11-ാം തീയതി ആയിരിക്കുകയാണ്. 12 വർഷം മുമ്പേ, അതായത് 2012 നമുക്ക് പ്രതിഷ്ഠ നിർവഹിക്കാൻ സാധിച്ചത് ഈ ക്ഷേത്ര സന്നിധിയിൽ. അതിനുശേഷമുള്ള ആദ്യത്തെ പുനഃപ്രതിഷ്ഠാ ചടങ്ങാണ് ഇന്ന് രാവിലെ നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ 7:30-നും 8:30-നിടക്കുള്ള ആ ശുഭമുഹൂർത്തത്തിൽ നടന്നത്. നിരവധി ഭക്തന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ തന്നെ അതിനുള്ള സമർപ്പണങ്ങൾ യാതൊരു ഇതുമില്ലാതെ വളരെയധികം മനസ്സുകൊണ്ട് സമർപ്പിച്ചതുകൊണ്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. മാതൃസമിതി അംഗങ്ങളും പൊങ്കാലയിൽ അനുഭവം പങ്കുവച്ചു. ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠാദിവും കൊടിയേറ്റവും നടക്കുന്ന ഇതോടനുബന്ധിച്ച് നമ്മുടെ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ. ഇവിടെ ഇന്നേക്ക് 9-ാമത്തെ ദിവസമാണ് നമ്മുടെ ഇവിടെ ഈ ഉത്സവം, ആറാട്ടുത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും വളരെയേറെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. പൊങ്കാല ഇട്ടിട്ട് ദേവിക്ക് സമർപ്പിച്ചാൽ ആയുസ് കാലവും ദേവീൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അത് സത്യമാണ്. നമ്മുടെ കുടുംബത്തിനും അങ്ങനെ തന്നെ പൊതുവെ എല്ലാവർക്കും നല്ലൊരു ഇതുണ്ടാവുമെന്ന് കണക്കാക്കാം. ഇങ്ങനെ ഒരു പൊങ്കാലേൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ ഞങ്ങൾക്കെല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ 18 വരെയാണ് ഉത്സവം. 11, 12, 13 തീയതികളിൽ വിവിധ പൂജകൾ, ഹോമങ്ങൾ എന്നിവയും ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റൽ കർമ്മവും തിടമ്പ് നൃത്തവും നടക്കും. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ദിവസവും നടത്താറുള്ള ഭക്ഷണ കമ്മിറ്റി അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. ഫെബ്രുവരി 3 മുതൽ തുടങ്ങിയതാണ്. പിന്നെ 18 വരെ, ഫെബ്രുവരി 18 വരെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. പിന്നെ 18-ന് ആറാട്ടോട് കൂടിയിട്ടുള്ള സദ്യയാണ്. എല്ലാ വിഭവങ്ങളും കൂടി 5000 ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആറാട്ട് സദ്യ 18-ാം തീയതിയാണ് ഈ ആറാട്ട് സദ്യ. സമാപന ദിവസമായ അന്ന് ഒരു 5000 പേരെയാണ് ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്.